ഈശ്വരയുടെ പിതാവെ, ജെനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഹൊസൂര് മദ്രാസ് ഹൊസൂർ സിറോ മലബാർ രീതിയിലെ പിതാവാണ്. പിതാവിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പിതാവിന്റെ പൂർണ്ണ പേരൊന്ന് പറഞ്ഞാലും. സെബാസ്റ്റ്യൻ പൊടോലിപ്പറമ്പിൽ നിന്നാണ് എൻ്റെ പേര്. ഹൊസൂർ രൂപത. ഹൊസൂർ രൂപതയിലെ പിതാവിന്റെ സ്വന്തം നാട് എവിടെയാ? എൻ്റെ നാട് ഇരിഞ്ഞാലക്കുട രൂപതയിൽ പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ അപ്രത്യക്ഷമായിട്ടാണ് ഞാൻ പിതാവിനെ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ 5 മിനിസ്ട്രിയും ചേർന്ന് പിതാവിന്റെ സ്ഥലത്ത് പ്രാർത്ഥിക്കാനായി ചെന്നിരുന്നപ്പോഴാണ് പിതാവിനെ പരിചയപ്പെടാൻ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പൊ പിതാവ് ഞങ്ങൾ അന്ന് പരിചയപ്പെടാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു അട്രാക്ഷൻ പിതാവിന് തോന്നിയൊരു കാര്യം, പിതാവ് ഈ സോഷ്യൽ മീഡിയ രംഗത്ത് കൂടുതൽ സജീവമായി പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടു. ശരിക്കും എന്താ അതിന്റെ കാരണം? അതില് ഞാൻ ഈ ഫീൽഡിൽ ഒന്നും ചെയ്യാത്ത ആളാണ്. എനിക്ക് അറിയത്തുമില്ലായിരുന്നു എന്നാ പരിപാടിയെന്ന്. ഞാൻ കൊറോണ വന്ന കാലത്ത്, കോവിഡ് കാലം വന്നപ്പോൾ ഞാൻ പിന്നെ TV വെച്ച് നോക്കുമ്പോൾ അച്ഛന്മാരൊക്കെ പള്ളി പൂട്ടി പോയി, ദൈവമൊന്നുമില്ല എന്ന് ഉറപ്പായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ന്യൂസ് കണ്ടു. ആളുകളാകെ അസ്വസ്ഥരായി, ദൈവത്തിൽ മാത്രം ആശ്രയം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ന്യൂസുകൾ വീണ്ടും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നു. ദൈവത്തിൽ പോലും ആശ്രയമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള ഈ മാധ്യമ സംസ്കാരം അത് എനിക്ക് ആകെ പ്രയാസമായിട്ട് ഞാൻ വെറുതെ ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം ഒരു ഷോർട്ട് വീഡിയോ പോലെ പിടിച്ചു വിട്ടു. ഈ സമയത്ത് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇങ്ങനെയുള്ള വാർത്തകൾ വിടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് ചിലർക്ക് കൊണ്ടു വിഷമമായി. അപ്പൊ അവർ എനിക്കെതിരെ നഖശിഖാന്തരം എതിർക്കാൻ തുടങ്ങി, എന്നെ വളരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് തന്നെ ചിന്ത വന്നത്. അതിനുശേഷം ഞാൻ അന്നു മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാവിലെ 1 മിനിറ്റ് നേരത്തെ ദൈവിക സന്ദേശം വാട്സപ്പിലൂടെ അയക്കാത്തൊറ്റ ദിവസമില്ല. ഇന്നും അയച്ചു, രാവിലെ, നാളെ അയക്കും. അത് ഞാൻ തന്നെ ഇത്രയും ഈ കാര്യത്തിലൊന്നും ഒരു പ്രാവീണ്യം ഇല്ലാത്ത ഞാൻ സ്വയം എഡിറ്റ് ചെയ്തുണ്ടാക്കുന്ന സാധനം ഞാൻ അയച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പ്രത്യേകിച്ച് ഞാൻ അന്ന് മദ്രാസിൽ പ്രാർത്ഥിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ കിട്ടിയ അന്നത്തെ കാലത്ത് പിള്ളേരെ മൊബൈലും പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുവിശേഷകരെ മൊബൈൽ പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എന്താ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞപ്പോൾ പിതാവ് ഇത്രമാത്രം ഉത്തരവാദിത്തമുള്ള സമയത്തും പിതാവ് വലിയൊരു ദൗത്യമാണ് അത് ചെയ്തത്. സ്വന്തമായി ഷൂട്ട് ചെയ്യുന്നു, സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് വേറൊരു അട്രാക്ഷൻ എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അന്ന് മനസ്സിലാക്കിയത്, പിതാവിന് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ കാരണം ഒരു ചെകുത്താൻ എന്നൊരു വ്യക്തി, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെകുത്താൻ എന്നൊരു വ്യക്തി പ്രത്യേകിച്ച് ആരെയും ഇപ്പൊ കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്, മുമ്പ് കുറച്ച് കൂടുതലായിട്ട് എങ്ങനെ പറയാ വ്യക്തികളെ ഏതൊക്കെ വിധത്തില് എന്താ പറയാ നശിപ്പിക്കാൻ നോക്കാൻ പറ്റുന്നു, ഏതൊക്കെ വിധത്തില് അവരുടെ പേര് എന്താ പറയാ നാറ്റിക്കാൻ പറ്റുന്നു, അങ്ങനെയൊക്കെ ഒരു ചെകുത്താൻ എന്നുള്ള പേര് അത് എങ്ങനെയായിരുന്നു പിതാവായിട്ടുള്ള ആ ഒരു കണക്ഷൻ? ആ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ എനിക്കെതിരായിട്ട്. ഞാൻ ആകെ പറഞ്ഞൊരു കാര്യം ഇത്രേ ഉള്ളൂ, ദൈവത്തിൽ വിശ്വസിക്കണം. ഈ സമയത്ത് മറ്റൊന്നിൽ ആശ്രയമില്ല, ആ ദൈവത്തിൽ വിശ്വസിക്കാനും അത് മാത്രം നമുക്ക് ആശ്രയമായിട്ടുള്ള ആളുകൾക്ക് നമ്മുടെ ഈ പാൻഡമിക് അല്ലെങ്കിൽ കോവിഡ് വരുന്ന സമയത്ത് പിതാവ് ശക്തമായി പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അതിനെതിരായിട്ടുള്ള ഒരു രീതി അവലംബിക്കുന്നത് മീഡിയയുടെ ഭാഗത്ത് ശരിയല്ല എന്ന് പറഞ്ഞു. അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ. ആ വാക്കിനാണ് അവർക്ക് ആകെ അസ്വസ്ഥത വൈറലാക്കി. അത് വേറെ പേഴ്സണൽ അറ്റാക്കാണ്. ഞാൻ സാക്ഷ്യം കെട്ടി നിൽക്കുന്ന ഈ ചുമന്ന കെട്ടൊക്കെ ഇട്ടിരിക്കുന്നത് തണ്ടൽ വേദന കാരണമാണെന്നും, അതുപോലെ എന്റെ പുറകിൽ ഒരു മാതാവിന്റെ രൂപം ഉണ്ടായിരുന്നു, പിതാവിന്റെ പുറകിൽ ഒരു പെണ്ണിന്റെ രൂപം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പേഴ്സണൽ. പിന്നെ ഇയാൾക്ക് വയസ്സനാണ്, ഇയാൾക്ക് അതാണ് എന്നിങ്ങനെയൊക്കെ വയസ്സൊക്കെ ഉണ്ട്, എങ്കിലും പേഴ്സണൽ അറ്റാക്ക് ആയിരുന്നു. അല്ലാതെ ആശയപരമായിട്ടുള്ള സംവാദങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ആളെ കുറ്റം പറയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യമായിരിക്കാൻ ഞാൻ അദ്ദേഹത്തെ മാനിക്കുന്നു. അല്ല, ഒരു വഴിക്ക് അതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ ഇറങ്ങാൻ പറ്റിയത്. തീർച്ചയായിട്ടും ഞാൻ വചനത്തിലേക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാരണം അത് മാത്രം, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ സാധനം നോക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ല. അതന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി എടുക്കണം, പ്രത്യേകിച്ച് ഒരു പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപതകളാണ് പിതാവ് അവിടെ ഉള്ളത്? ഹൊസൂർ രൂപതയില് 5
ലാറ്റിൻ ഡയസിസ് ചേർന്നതാണ് ഹോസൂർ രൂപത. 700 ചില്ലാനും കിലോമീറ്ററോളം നീളമുണ്ട്. 700 ചില്ലാനും കിലോമീറ്റർ. കേരളത്തിനേക്കാളും വലുപ്പമുണ്ട് എന്റെ രൂപത അതിർത്തിക്ക്. അവിടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും സമർപ്പിതരൊക്കെ അൽമാരും എല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ആത്മാർത്ഥമായിട്ട് കൂട്ടായിട്ട് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം. ഞങ്ങൾക്ക് മാർപ്പാപ്പ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം 3000 വില്ലേജുകളുണ്ട്, അവിടെ ഇവാഞ്ചലൈസേഷൻ നടത്തണം എന്നുള്ളതാണ്. 3000 വില്ലേജുകളുണ്ട്. ഞങ്ങൾ ആകെ 5 കൊല്ലം കൊണ്ട് സാധിച്ചിരിക്കുന്നത് ഒരു ചുരുക്കം ചില വില്ലേജുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളുടെ അവിടുത്തെ ഇപ്പോഴത്തെ മോൺസിനർ വർഗീസ് പെരേപ്പാടൻ അച്ഛനാണ് വില്ലേജ് ഇവാഞ്ചലൈസേഷൻ ചാർജ് കൊടുത്തിരിക്കുന്നത്. അച്ഛനാണ് ഞങ്ങളുടെ മുഖ്യ വികാരി. എன்ற ആള് അച്ഛന്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ടുള്ള വില്ലേജുകളിലേക്കുള്ള ഇറക്കല് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. എത്ര രൂപ 5 രൂപതകളുണ്ട്. 5 ലാറ്റിൻ രൂപതകളുണ്ട് ഈ ഹോസൂർ രൂപതയുടെ ഉള്ളിൽ. മദ്രാസ്, മൈലാപ്പൂർ, പോണ്ടിശ്ശേരി, വെല്ലൂര്, ധർമ്മപുരി, അതുപോലെ തന്നെ ചെങ്കൽപ്പെട്ട്. ഈ 5 രൂപതാതിർത്തികൾ ചേർന്നാണ് തമിഴ്നാട്ടില് ഹോസൂർ രൂപത. ഏകദേശം ഒരു 700 കിലോമീറ്റർ ദൂരം. അപ്പൊ 700 കിലോമീറ്റർ ദൂരം 5 രൂപതകൾ ചേർന്ന ഇത്രയും എന്താ പറയാ വലുപ്പത്തിലുള്ള ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ സിറോമലബാർ റീത്തിന്റെ അധിപനായ അങ്ങേക്ക് അധിപെന്ന് പറയില്ല, കാല് കഴുകുന്ന ശുശ്രൂഷ പദവി, വേറെ ഒന്നും ഞാൻ ഇതാണ് ശരിക്കും എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ചെയ്തിട്ടുള്ളത്. കാല് കഴുകുന്നത് എത്രമാത്രം ചെറുതാകാൻ പറ്റുന്നത്. ഞാൻ കുറെ മിഷൻ പ്രദേശങ്ങളിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റുമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും ശരിക്കും പറഞ്ഞാൽ വലിയൊരു വ്യത്യസ്തത ഇതാണെന്ന് ഞങ്ങൾ അനുഭവിക്കാം. ഞാൻ മീഡിയയിലേക്ക് തന്നെ വരാൻ കാര്യം ഇപ്പൊ ഞാൻ ഇവിടെ ഷൂട്ടിങ്ങിനൊക്കെ വരാൻ കാര്യം ചിലരൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ എനിക്ക് എന്റെ പേരും പെരുമയ്ക്കും വേണ്ടിയാണ്. ഞാൻ കൂദാശകളെ കുറിച്ച് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുർബാനയുടെ ക്ലാസ് എടുത്തുകൊണ്ട് ആയിരക്കണക്കിന് പള്ളികൾ ഓടി വന്നിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ ഒരു മീഡിയയിലൂടെ കൂദാശകളെ കുറിച്ച് പറഞ്ഞാൽ കുറെ പേര് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോ ഇന്നിപ്പോ അല്ലാതെ ക്ലാസ്സിൽ വിളിച്ചാലും ആൾക്കാർക്ക് വരെ ഒഴിവില്ല, എനിക്ക് പോകാൻ നേരമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് നല്ലൊരു മാധ്യമമാണല്ലോ എന്ന് ഞാൻ കണ്ട്. കാരണം മീഡിയ ആൾക്കാർ നോക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് പിതാവേ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും മീഡിയയെ കുറിച്ച് ഏതൊരു ആധികാരികമായി പിതാവ് പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ തന്നെ കുത്തുമ്പോ ഏതിലൊക്കെ വന്നു അങ്ങനെ കുത്തി കണ്ടുപിടിച്ചിരിക്കുന്ന എന്റെ മൊബൈലില്. എനിക്ക് ആകെ ഷൂട്ട് ചെയ്യാനായിട്ട് എന്റെ മുറിയിൽ ഒരു ടോർച്ചും ഉണ്ട്, ഈ മൊബൈലും വേറെ ഒന്നുമില്ല. ഞാൻ മുഖത്തേക്ക് ടോർച്ച് ആദ്യം തുടങ്ങിയത് അങ്ങനെ. ആദ്യം മുഖത്തേക്ക് ടോർച്ചടിച്ച് പിടിച്ചിട്ട് ഇത് ഓൺ ചെയ്തിട്ട് വീഡിയോ പിടിക്കും, എന്നിട്ട് അത് എഡിറ്റ് ചെയ്യും സ്വന്തമായിട്ട്. അതെ, ഏതൊക്കെ തന്നെ ആരും പഠിപ്പിച്ചു. വീഡിയോസ് ഒരുപാട് ഇറക്കിയിട്ടുള്ള പിതാവ്. പക്ഷെ അത് വേദോപദേശ ക്ലാസ്സുകളുടെ എല്ലാ ക്ലാസ്സുകളുടെയും സമ്മറി ഓരോ ചാപ്റ്ററിന്റെ 1 മിനിറ്റ് വെച്ച് അങ്ങനെ 12 ക്ലാസ്സുകളിൽ ഞാൻ പടങ്ങളൊക്കെ വെച്ച് ഇൻസേർട്ട് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. കുറെ അറിവില്ലായ്മയൊക്കെ പോരായ്മയൊക്കെ ഉണ്ടെങ്കിലും കണ്ണും തന്നാലായി എന്ന് പറഞ്ഞോണം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യണം. പിന്നെ ഞാൻ മോട്ടിവായിട്ട് പ്രാർത്ഥിക്കും തമ്പുരാനോട്, ദൈവമേ നിന്റെ സന്ദേശം എനിക്ക് വേറെ ഒരു വ്യക്തിപരമായ എന്നെ പൊക്കി കാണിക്കാനോ എനിക്ക് വ്യക്തിപരമായ ഒരു ഇൻട്രസ്റ്റ് താല്പര്യമില്ല. അങ്ങനെ പറഞ്ഞ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമം. വളരെ ഷോർട്ടായിട്ട് സമയത്ത് ആൾക്കാർക്ക് നേരില്ലാത്ത സമയമാണല്ലോ, ഷോർട്ടായി കൊണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ കിട്ടാൻ തരത്തില്ല. അതുപോലെ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം 527 പലർക്കും അറിയത്തില്ല. യുകാറ്റ് എന്ന് പറഞ്ഞൊരു നമ്മുടെ കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള മതബോധന ഗ്രന്ഥമാണ് കാത്തലിക് ഓഫ് ദ കാത്തലിക് ചർച്ച്. അതിന്റെ യൂത്ത് വേർഷനാണ് യുകാറ്റ്. അതിൽ 527 ചോദ്യം ലളിതമായിട്ട് ഉത്തരങ്ങളുണ്ട്. ആരും ചോദ്യങ്ങളും വായിച്ചിട്ടില്ല, ഉത്തരങ്ങളും വായിച്ചിട്ടില്ല. ഞാനപ്പോ ചെയ്യുന്നത് ഓരോ ദിവസവും ഒരു ചോദ്യം എടുക്കും, എന്നിട്ട് ഒരു പടം വെച്ചിട്ട് ആ ചോദ്യം വേറൊരു കുട്ടിയെ കൊണ്ട് വായിപ്പിച്ച് അതിൽ റെക്കോർഡ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പടങ്ങളെ കയറ്റി 1 മിനിറ്റിന്റെ ഉള്ളിൽ അതിന് ഉത്തരം അത് എന്റെ ഉത്തരമല്ല, 527. അതിലിപ്പോ 71ാമത്തെ ചോദ്യ ഉത്തരമാണ് ഇന്ന് കാലത്ത് വിട്ടത്. നാളെ 72 വിടും. അങ്ങനെ ഓരോ ദിവസം ഓരോ സെറ്റ് ചെയ്യും. 1 മണിക്കൂറിലധികം എനിക്കൊരു ദിവസം ഇതിനു വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ മേഖലകള് ഏറ്റവും ശക്തമായ ഒരു ആയുധം. ജോൺ പോൾ പാപ്പയും ഒക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ്, മക്കളെ നിങ്ങൾ എന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി പുറപ്പെടും. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ എന്തായാലും പിതാവായിരിക്കുന്ന സ്ഥലം ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പിതാവ് ഒന്ന് ജെയിനിസ് മീഡിയ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. നമ്മുടെ പിതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ അടുത്ത ഓടിയൊന്ന് പിതാവ് പറഞ്ഞു, ഞാൻ ഒരു ദിവസം ഉള്ളൂ, ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ മീഡിയ സന്ദർശിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പിതാവ് സോഷ്യൽ മീഡിയ എല്ലാ മേഖലയും വാച്ച് ചെയ്യുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ പിതാവ് വേറെ കാര്യം ചോദിക്കുന്നത്, പിതാവ് വെറുക്കുന്ന മീഡിയകൾ സാധാരണപ്പെട്ട ജനങ്ങൾ കാണാനുള്ള മാർഗം എന്തുവാ? ഞാൻ എന്റെ രൂപതയില് 30 ഇടവകളുണ്ട്. 30 ഇടവകളെ ഞാൻ 30 ഗ്രൂപ്പായിട്ട് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയില്ലേ, അങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പൊ 30 ഈ കാലത്ത് എഴുന്നേറ്റ് 30 കുത്തുമ്പോൾ ഓരോ കുത്തുമ്പോഴും ഒരു 10, 100, 200 വീടുകളിലേക്ക് ഇത് പോകും. അതില് പകുതി പേര് കണ്ടാലും എനിക്ക് കുഴപ്പമില്ല, 4-1 പേര് കണ്ടാലും കുഴപ്പമില്ല, ആരും കണ്ടില്ല എനിക്ക് കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്നതുകൊണ്ട് ബോധ്യം എനിക്ക് പ്രധാനപ്പെട്ടത്. അപ്പൊ ഒരു 10,000-2000 പേർക്ക്
അയക്കുന്നുണ്ട് ഇത്. ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ സോഷ്യൽ മീഡിയക്കാർ ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കാന്ന് പറഞ്ഞാൽ. ഒരു 10,000-2000 പേർക്ക് ഒരു ദിവസം ഈ ഐഡിയാസ് എങ്ങനെ കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ തമ്പുരാനും ഞങ്ങൾ ഇത്രയും സ്റ്റാഫ് ചെയ്യുന്ന പണി പിതാവ് ഒറ്റയ്ക്ക് ചെയ്യുന്നത്. പെർഫെക്ഷൻ ഉണ്ടാവില്ല എനിക്കറിയാം. എങ്കിൽ തന്നെയും ഞാൻ തമ്പുരാന്റെ മുമ്പില് അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ ഈ മീഡിയയിലൂടെ അങ്ങയുടെ സന്ദേശം മുന്നോട്ട് അയക്കാനായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കണേ. പിന്നെ പബ്ലിസിറ്റി എന്നെ ഏൽപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് എത്തിക്കാൻ എനിക്കാരുമില്ല, ആരും ചെയ്ത് അത് വേണമെങ്കിൽ നോക്കിക്കോളാൻ പറഞ്ഞ പബ്ലിസിറ്റിയുടെ കാര്യം. പബ്ലിസിറ്റി എനിക്ക് വേണ്ടിയല്ല, ഈ കാലഘട്ടത്തിന്റെ വലിയൊരു പ്രവാചക ദൗത്യമാണ് ചെയ്യുന്നത്. പിതാവ് വേറെ വാക്കുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടു, പിതാവ് ഒട്ടുമുഖ സമയങ്ങളും സൈക്കിളും സഞ്ചാരമാണ്. ഞാൻ സൈക്കിളും ചവിട്ടും, നടന്നും പോവും, സ്കൂട്ടറും ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ സ്കൂട്ടർ കുറച്ച് കുറവായി ഉപയോഗിക്കുന്നത്, കാരണം ഒരു ചെറിയ ശങ്കൊക്കെ വരുന്ന റോഡിൽ കൂടെ തിരക്കൊക്കെ വരുമ്പോൾ. എങ്കിൽ തന്നെയും വീടുകൾ കയറണം എന്നുള്ള ആശയക്കാരനാണ് ഞാൻ. അച്ഛന്മാര് ഞാനും അച്ഛന്മാരെല്ലാം വീട് കയറണം ഫ്രീ ആയിട്ട്. എന്നാലും നമുക്ക് കൃത്യമായിട്ട് പൾസ് അറിയത്തുള്ളൂ. ചുമ്മാ വിട്ടിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആൾക്കാർ പള്ളിയിൽ നിൽക്കുന്നതൊക്കെ നല്ല രസം നമുക്ക് അറിയത്തില്ല. വീടുകളിൽ ചെന്നാൽ കൃത്യമായിട്ട് കടബാധ്യതകളും പ്രശ്നങ്ങളും. ഇപ്പൊ എത്ര ഏജന്റ്? എനിക്ക് 66. അപ്പൊ 66 വയസ്സാകുമ്പോഴേക്കും പിതാവ് സൈക്കിളേമേയും സ്കൂട്ടറേമേയും പബ്ലിക് വാഹനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ എന്താ പറയാ വീടുകൾ നേരിട്ട് നമ്മുടെ മക്കളെ സഭാ മക്കളെ കണ്ടുകൊണ്ട് മിഷൻ പ്രദേശത്ത് താമസിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ മദ്രാസിലെ മൈലാപ്പൂര് ഒക്കെ താമസിക്കുന്ന വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ടും, ഒപ്പം തന്നെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ എന്ന് അറിഞ്ഞുകൊണ്ടുകൊണ്ട് അതിനുവേണ്ടി വെറുതെ ചെന്നിരിക്കുകയല്ല. പിതാവിന്റെ ഓരോ സ്റ്റെപ്പുകളും കുറച്ച് ദിവസം ഞങ്ങൾ വാച്ച് ചെയ്തപ്പോൾ പ്രാർത്ഥിച്ച് ദിവ്യഗാന സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെട്ടു. ചിലത് പ്രസംഗം മാത്രമേ ഉള്ളൂ, ദിവ്യഗാനത്തിൽ ചെന്ന് ഇരിക്കുക, നിങ്ങൾ ഇത്ര പ്രാർത്ഥിക്കുക. പിതാവ് അത് പ്രാക്ടിക്കലായിട്ട് ഞാൻ കുറച്ച് ദിവസം അത് ഞാൻ കണ്ടു. അതെങ്ങനെയാണ് ആ പ്രാക്ടിക്കൽ? അത് നിവൃത്തിയില്ലാതെ വരുമ്പോ പ്രാർത്ഥിക്കാന്ന് പറയില്ല. അതായത് പൗലോസ്ലിയ പറഞ്ഞു, 1 തെസ്സലോനിക്കർ 5:17 പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഞാൻ പറയാ കുറച്ച് പ്രായം പക്കത്തേക്ക് ആകുമ്പോ തന്നെ വരും. അത് ഇടവിടാതെ പ്രാർത്ഥിക്കാണ്ട് ജീവിതം മുന്നോട്ട് നീക്കാൻ പറ്റില്ല. വി ആർ ഫോഴ്സ്ഡ് ടു പ്രേ. തമ്പുരാന്റെ മുമ്പിൽ വേറെ ആരും ആശ്രയില്ല. തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കും മാത്രമാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് എല്ലാ വൈദികരും, ഞാൻ വീണ്ടും പറയും, എനിക്ക് ഒരു ടെൻഷനില്ല, എന്റെ രൂപത്തിൽ ഒരു ടെൻഷനും ഇല്ല, എന്റെ മനസ്സിൽ ഒരു ടെൻഷനില്ല, ഫ്രീ ആണ്. അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ അവർ അച്ഛന്മാരൊക്കെ നന്നായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും. പിതാക്കന്മാര് അജപാലന ശുശ്രൂഷയിലും അതുപോലെ തന്നെ പ്രാർത്ഥനയിലും കൂടുതൽ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം എനിക്കുണ്ട്. അത്രയൊന്നും ഞാൻ പെർഫെക്റ്റ് അല്ലാതെ എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ എടുത്ത് പള്ളിയിൽ നിന്ന് ഉറങ്ങാറുണ്ട്. അത്ര വലിയ പ്രാർത്ഥനക്കാരനൊന്നല്ല ഞാൻ, ഒത്തിരി പറയാൻ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കുറച്ചേരം തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു പ്രയാസമുള്ളത്, നമ്മുടെ സഭയിലെ രൂപതകളും എല്ലാം വളരെ വെൽ എക്യുപ്ഡ് ഡയസിസ് ഒക്കെയാണ്. പല രൂപതകളും സാധ്യതകൾ ഒത്തിരി ഉണ്ട് മീഡിയ തലത്തിലൊക്കെ. ഞാൻ ഇത്രയും കഴിവില്ലാത്ത ഒരാൾക്ക് ഒരു ടോർച്ച് അടിച്ചു വെച്ച് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ശരിക്കും ആ കഴിവൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുമാത്രം കർത്താവിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത, അത് ചെയ്യുന്നില്ല എന്നുള്ള കുറ്റബോധം എനിക്ക് ഉൾപ്പെടെ സഭയുടെ ഉണ്ട് എന്നുള്ളതൊരു സത്യം. നമ്മളെ ശാലവും ആത്മായ നേതൃത്വം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എത്തി. സന്തോഷന്റെ നിങ്ങൾ അൽമായനൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ തനിച്ചാണ് ഒരു വ്യക്തിക്ക് തനിച്ച് ഇത്രയും ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഇത്രയും സ്ട്രക്ചർ സംവിധാനം ഉണ്ടായിട്ട് മീഡിയ തലത്തില്, കാരണം ഇന്ന് ഒരു കൊച്ചിനോട് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാല് നീ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞാൽ പോവില്ല. അവനോട് മൊബൈലില് നീ അങ്ങോട്ട് പോവാന്ന് റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചാൽ കൊച്ചങ്ങോട്ട് പോകും. ആ കാലഘട്ടം ആയിപ്പോ മീഡിയയിലൂടെ ഒന്നും പറയാണ്ട് കേൾക്കാത്ത അവസ്ഥയിലേക്ക് വന്നത്. അപ്പൊ നമ്മൾ മീഡിയ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അശുദ്ധമായ അഴുക്ക് തരുന്ന കാര്യം ഒത്തിരി വരുന്നുണ്ട്. ഞാൻ കാണുന്നതിന്റെ ഇടയ്ക്ക് നമ്മള് കുത്തി നോക്കുമ്പോൾ ചിലപ്പോ അപ്രതീക്ഷിതം വരുന്ന വളരെ വൃത്തിയായിട്ട സീൻസൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മുടെ പിള്ളേർ കാണുന്നുണ്ട്, അവർക്ക് നല്ലത് കിട്ടുന്നില്ല. അതുകൊണ്ട് മീഡിയ മാക്സിമം കാര്യങ്ങൾക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ വളരെ നമുക്ക് ഒത്തിരി ചോദ്യചിഹ്നമാണ്. നമ്മൾ മീഡിയ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വൃത്തികേടായ കുറെ ചാനൽ കാണുമ്പോൾ ഈ സമയത്ത് നമ്മളെ പോലെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ ഏജുള്ളവർ ആരായിക്കോട്ടെ മാക്സിമം നമ്മളുടെ സോഷ്യൽ മീഡിയകളൊക്കെ അത് ഉപയോഗിക്കുക. പിതാവിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ മണിക്കൂറോളം ഇരുന്നുകൊണ്ട് ഓരോ വീഡിയോകളും സ്വയം ഷൂട്ട് ചെയ്ത് സ്വയം എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനുവേണ്ടി പബ്ലിസിറ്റിക്ക് ഒക്കെ ഒരുക്കി എന്ന വലിയൊരു ദൗത്യം പിതാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ മീഡിയകളൊക്കെ ചെയ്തുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം
നല്ല സുവിശേഷം എല്ലാവരിലേക്കും എത്താൻ ഈ കാലഘട്ടത്തിന് ഉപകരണമായി മാറട്ടെ. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ജൈനീസ് മീഡിയ ശ്രോതാക്കൾക്ക് വേണ്ടി പറഞ്ഞ അവർക്കൊക്കെ ഈ സമയം പിതാവിന്റെ ഒരു ആസ്വാദം പിതാവെ ഒന്ന് ആസ്വദിച്ചാണ്. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒത്തിരി സന്തോഷമുണ്ട് പിതാവ്. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ ചെറിയ സ്ഥാപനത്തിലേക്ക് പിതാവ് ഇത്രയും വലിയ സ്ഥലത്ത് വന്ന് ഞങ്ങളൊപ്പം വന്നതിന് ഒത്തിരി നന്ദി. താങ്ക് യു.